നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രം നൽകുന്ന 29ാമത് ജന്മാഷ്ടമി പുരസ്കാരം തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി സമർപ്പിച്ചു. വിഖ്യാത എഴുത്തുകാരൻ ആദരണീയനായ ശ്രീ രാധാകൃഷ്ണൻ സാറിനെ 29ാമത് ജന്മാഷ്ടമി പുരസ്കാരം നൽകി ഈ വേദിയിൽ ആദരിക്കുന്നു. പ്രശസ്ത നോവലിസ്റ്റ്, സംവിധായകൻ, ശാസ്ത്രലേഖകൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ജി ശങ്കരക്കുറുപ്പ് അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, പത്മപ്രഭ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആദരണീയനായ സി രാധാകൃഷ്ണൻ സാർ. ഡോക്ടർ ലക്ഷ്മികുമാർ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒക്കെ കൃതികൾ വായിച്ചാൽ നമുക്കൊരു പലപ്പോഴും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് തിരിയുന്നവർ, ഒരു പശ്ചാത്തലം, കുടുംബകഥകൾ മാത്രം, അല്ലെങ്കിൽ തകർന്ന നാലുകെട്ട് കഥ മാത്രം, അങ്ങനെ വിവിധ ഒരു പ്രത്യേക ചില പൊളിറ്റിക്സ് മാത്രം, രാഷ്ട്രീയ ചായ്വുള്ള കഥകൾ അങ്ങനെ. എന്നാൽ ശ്രീ രാധാകൃഷ്ണൻ്റെ കൃതികൾ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾ അതുപോലെ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്ഭുതപ്പെടാൻ കാരണം 20ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ നിഴൽപ്പാടുകൾ എന്ന നോവലിന് പുരസ്കാരം കിട്ടി. 20ാമത്തെ വയസ്സിൽ. മലയാള സാഹിത്യ ചക്രവാളത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമാണ് സി രാധാകൃഷ്ണൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അസ്ട്രോഫിക് സ്കിൽസ് ഉന്നത വിജയം കൈവരിച്ച രാധാകൃഷ്ണൻ ഭൗതികതയെയും ആധ്യാത്മികതയെയും സമന്വയിപ്പിച്ച എഴുത്തുകാരനാണ്. സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എൻ ഹരിചന്ദ്രൻ, പി വി കൃഷ്ണൻ നായർ, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ, കിട്ടു നായർ എന്നിവർ സംസാരിച്ചു. സി രാധാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് 99 തൃശൂർ.